ഈ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ശശികുമാർ സാറും കാലവും അതൊക്കെ തന്നെ ആയിരിക്കാം. അതായത് ഈ പഠിക്കുന്ന സമയത്ത് ഒരു ചൂരൽ വടിയുമായി ചുവന്ന കണ്ണുള്ള അധ്യാപകൻ ചിലപ്പോഴൊക്കെ ഡസ്റ്റർ മുഖത്തേക്ക് വലിച്ചെറിയും, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് അടിച്ചെന്നിരിക്കും. അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു നമ്മുടെ മനസ്സിൽ. എന്നിട്ടും കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ നോവ് ഇപ്പോഴും ആ അധ്യാപകനെ കാണുമ്പോൾ ഓർമ്മയായി ഉണ്ടായിട്ടും ആ അധ്യാപകനെ നമ്മൾ എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത പാരമ്പര്യം നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്, നമ്മുടെ രീതികൾക്കുണ്ട്. പക്ഷെ അതൊക്കെ ഈ അടുത്ത കാലത്തായി SFI കൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടുകയാണ്. എന്നാൽ ഇന്നത്തെ അധ്യാപകരോ കൂട്ടുകാരാണ്. കുട്ടികളുമായി പരിസരത്തേക്ക് ഇറങ്ങണം, പരിസരത്തുള്ള കാഴ്ചകൾ പറഞ്ഞു കൊടുക്കണം, സംശയങ്ങൾ ഏതിനും ഒപ്പം നിൽക്കണം, ചർച്ചയിൽ പങ്കെടുക്കണം, എല്ലാം ഒരുമിച്ചാണ്. കുട്ടി പ്രാവ് എന്ന് ഉത്തരം എഴുതേണ്ട ചോദ്യത്തിന് സ്രാവ് എന്ന് എഴുതിയാലും പ്രാവ് എന്നാണ് എഴുതിയതെന്ന് കരുതി മാർക്കിട്ട് കൊടുക്കുന്ന അധ്യാപകരാണ് ഈ കാലത്ത്. ആ അധ്യാപകരുടെ കാലത്താണ് SFI ഇങ്ങനെ ഒരു സിസ്റ്റം മുന്നോട്ട് വെച്ച് അതങ്ങോട്ട് ഇതാണ് ഇവിടുത്തെ രീതി എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഈ ഗുരുസ്ഥാനീയരെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോഴും മാതാവിനേക്കാൾ പിതാവിനേക്കാൾ കുട്ടികൾ അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന അധ്യാപകരെയാണ്, ഗുരുക്കന്മാരെയാണ്. ആ ഒരു സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതോ ഈ ശവസംസ്കാരം പ്രതീകാത്മകമായെങ്കിലും. അതിന് സംസ്കാരമില്ലാത്ത ഇടതുപക്ഷം എന്തോന്ന് സംസ്കാരത്തെ ചോദ്യം ചെയ്യാൻ? അവർ അധ്യാപകരെ ബഹുമാനിക്കുക, അങ്ങനെ ഒരു കൾച്ചറൊക്കെ അവർക്കുണ്ടോ? അവർക്കില്ല. അത് സത്യത്തിൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഒരു റിസർച്ച് പേപ്പറിൻ്റെ ടോപ്പിക്കാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെയാണ് ഇടതുപക്ഷം അവരുടെ അധ്യാപക സംഘടനയെയും അതോടൊപ്പം തന്നെ SFIനെ ഉപയോഗിച്ചിട്ട് തകർത്തത് എന്നുള്ളൊരു റിസർച്ച് പേപ്പറിനുള്ള വിഷയങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1956 കേരളം രൂപീകൃതമാകുമ്പോൾ 50% കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് നമ്മളെന്ന് വെച്ചാൽ കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ അത്രമാത്രം പഠിക്കാൻ കഴിവുള്ളവരും താല്പര്യമുള്ളവരൊക്കെ ആയിട്ട് ഒരു ജനതയായിരുന്നു നമ്മുടേത്. അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസാക്ഷരത ഏകദേശം 20% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്ര വലിയ പഠനത്തോടുള്ള താല്പര്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉന്നതങ്ങളിൽ നിന്നൊരു സംസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പുറത്തേക്ക് ഒരു 10-20 വർഷം മുമ്പ് ജോലി തേടിയിട്ടായിരുന്നെങ്കിൽ ഇന്ന് ഹയർ എഡ്യൂക്കേഷന് പോകേണ്ട അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ്? കേരളത്തിലെ ക്യാമ്പസുകൾ നശിപ്പിച്ചുകൊണ്ടാണ്. കേരളത്തിലെ ക്യാമ്പസുകൾ ഇടതുപക്ഷത്തിൻ്റെ SFI ഉപയോഗിച്ചിട്ടുള്ള അവരുടെ രാക്ഷസ കോട്ടകളായി പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമത്തിലൂടെ നഷ്ടം സംഭവിച്ചത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റത്തിനാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ ഒരു 10, 20 അല്ല 30 വർഷത്തിന് ശേഷം ഉള്ളിൽ വന്നിട്ടുള്ള നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം വ്യാപകമായിട്ട് നമ്മുടെ കുട്ടികളെല്ലാം പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങാനും ക്യാമ്പസുകളിൽ പഠിക്കുന്നവരുണ്ട്, മാതാപിതാക്കൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉള്ള ക്യാമ്പസിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ശ്രമിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ ABVP പോലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള അധ്യാപകരെ ഉപദ്രവിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള ആ ഒരു ഇമേജിനെ മാറ്റിയപ്പോൾ, മാതാപിതാക്കളുടെ മനസ്സിൽ മാറ്റിയപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണെന്നേ അത് ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2010 ഫുൾ ടൈം വർക്കറായിട്ട് ABVPയുടെ ഫുൾ ടൈം വർക്കറായിട്ട് എറണാകുളത്തേക്ക് വരുന്നത്. ആദ്യം എറണാകുളം സിറ്റി ചാർജാണ്. അപ്പോൾ മഹാരാജാസ് കോളേജിലൊക്കെ എപ്പോഴും പോകുമായിരുന്നു. അവിടെ എന്തൊരു അക്രമമാണ് ഈ SFI കാണിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ അക്രമമായിരുന്നു. അത് ABVPയുമായിട്ട് KSUമായിട്ട് ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായിട്ട് അധ്യാപകരുമൊക്കെ ആയിട്ട് നിരന്തരം ഇവർ സംഘർഷത്തിലാണ്. പിന്നീട് ഞാൻ കുസാറ്റിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് അവിടെ ഞങ്ങൾ സെനറ്റ് ഇലക്ഷന് കോളേജ് യൂണിവേഴ്സിറ്റി ഇലക്ഷന് നോമിനേഷൻ കൊടുത്തപ്പോൾ ആ നോമിനേഷൻ വലിച്ചിട്ട് കീറിക്കളയാണ്. നമ്മുടെ ഒരു ABVPയുടെ ഒരു പ്രവർത്തകൻ നോമിനേഷൻ കൊടുത്തപ്പോൾ ആ നോമിനേഷൻ ഫോം വലിച്ച് കീറിക്കളയാണ്. അന്ന് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാനും എന്നിട്ട് അന്ന് ഞാൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആണെന്ന് അന്ന് ഞാനും നമ്മുടെ ഒരു പ്രവർത്തനം കൂടെ ഞങ്ങൾ ഹോസ്റ്റലിൽ ചെന്ന് SFIയുടെ പ്രവർത്തകരോട് പറഞ്ഞ് ഇനി ഈ ഇങ്ങനത്തിലുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ പിന്നീട് ഒരു ഉപദ്രവം ഉണ്ടാവാതിരുന്നത്. അങ്ങനെ അവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ, അതിനേക്കാളും രസകരമായ ഒരു സംഭവം കൂടിയുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഞാൻ കാര്യാലയത്തിൽ നിന്നിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞ SFIക്കാരുണ്ടായിരുന്നു. പിന്നെ പ്രതിരോധം പാപമല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി, കാലം എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് അവരിൽ നിന്നൊരു ഉപദ്രവം എനിക്ക് ഉണ്ടാവാതിരുന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള കാല് വെട്ടുമെന്നും കൈ വെട്ടുമെന്നും വെട്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ചരിത്രമില്ല. പമ്പ പരിമല കോളേജിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ മിടുക്കരായിട്ടുള്ള 3 പേരാണ് ഒരേ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ബലിദാനികളായിട്ടുള്ളത്. അനൂപ് PS, കിം കരുണാകരനും സുജിത്തും.
അപ്പൊ അതൊക്കെ ഇവർ ചെയ്തിട്ടുള്ളതാണ്, ഈ ക്യാമ്പസുകളിൽ ഇവർ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എൻ്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞ ആ പ്രവർത്തകൻ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. കാല് വെട്ടുമെന്ന് പറഞ്ഞ അവിടുത്തെ SFIയുടെ ഒരു കാലത്ത് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാൻ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 2 വർഷം മുമ്പ് നമ്മുടെ കളമശ്ശേരി മെട്രോ സ്റ്റേഷന് താഴെ വെച്ചിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ അവിടെ നമ്മുടെ കുറച്ച് പ്രവർത്തകരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അയാളെ യാദൃച്ഛികമായിട്ട് കാണുകയാണ്. മുഷിഞ്ഞ വസ്ത്രം, ഡിപ്ലോമ കഴിഞ്ഞ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു മികച്ച സ്ഥാപനത്തിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നിരുന്ന ഒരാള്, അയാള് SFIയിൽ പ്രവർത്തിപ്പിച്ചിട്ട് ഇടതുപക്ഷത്തിന്റെ CPMന്റെ ചട്ടുകമായി പ്രവർത്തിച്ചിട്ട് അയാളുടെ ജീവിതമേ കളഞ്ഞു. അയാൾ എന്നിട്ട് ബിടെക് പോലും പാസ്സാകാതെ എന്തൊക്കെ വന്നിട്ട് ഞാൻ സംസാരിച്ച അയാളോട്, മുഷിഞ്ഞ വസ്ത്രം, മുഷിഞ്ഞ വേഷം, ആ മുഖത്താകെ ഒരു ദൈന്യത. ഞാൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പൊ പറഞ്ഞു എൻ്റെ ജീവിതം കൈവിട്ടുപോയി. ഈ ചർച്ച കാണുന്ന ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ SFIക്കാർ അല്ലെങ്കിൽ കുസാറ്റിൽ പഠിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വ്യക്തിനെ അവർക്കെല്ലാം അറിയാം. ഞാൻ ആ പേര് പറയുന്നില്ല, ഒരു പുതിയ ചർച്ചയിൽ ഞാൻ ആ പേര് പറയുന്നില്ല. അങ്ങനെ അയാൾ എന്നോട് പറയാണ് എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഗുണ്ടായിസം കാണിക്കാൻ വേണ്ടിയിട്ട് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഇതര വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുടെ കാല് വിട്ടു എന്ന് പറയാൻ വേണ്ടി പോയി, ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോയി. എന്നിട്ട് പാർട്ടി പ്രൊട്ടക്ട് ചെയ്തില്ല. ഇങ്ങനെ ഇതിനകത്ത് അധ്യാപക സംഘടനകൾ കൂടിയുണ്ട്. ഈ പറയുന്ന കേവല വിദ്യാർത്ഥി സംഘടന മാത്രമല്ല, അധ്യാപക സംഘടനകൾ, സർവീസ് സംഘടനകൾ, ഇവരെയൊക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പൊക്കിയ ഈ രാക്ഷസ കോട്ടകൾ, ആ രാക്ഷസ കോട്ടകൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി ഇവർ ആരെയാണോ ഉപയോഗിച്ചിട്ടുള്ളത്, ആ ഉപയോഗിച്ചവരുടെ തന്നെ ജീവിതം നശിപ്പിച്ച് കളയുക. ഇങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എങ്ങനെയാണ് SFI തകർത്തത്, SFIനെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റാത്തത് എന്ന് ഒന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിന് ഒരു ടോപ്പിക് ഉണ്ട്. എത്രമാത്രം ക്രൂരമായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. ഇതര വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെയാണ് കൊടിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ 3 വാക്കിന്റെ അർത്ഥം അറിയാത്തവരാണ്. ആ 3 വാക്കിന്റെ സ്വാതന്ത്ര്യം എന്താണ്, ജനാധിപത്യം എന്താണ്, സോഷ്യലിസം എന്താണ് എന്നുള്ളതൊന്നും അർത്ഥം അറിയാത്ത ആൾക്കാരാണ് ഈ കൊടിയും പിടിച്ചുകൊണ്ട് വലിയ മുദ്രാവാക്യം പിടിച്ചിട്ട് പോകുന്നത്. എന്നിട്ട് അടിയുണ്ടാക്കുക, ഇത്തരത്തിൽ അധ്യാപകരുടെ കുഴിമാടം ഒരുക്കുക, അവർക്ക് ശവമഞ്ചം തീർക്കുക, അവർക്ക് മരണാനന്തര ക്രിയകൾ ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ പണി. അപ്പോൾ ലൈറ്റുകൾക്കൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്ന് ഈ ക്യാമ്പസിൽ നടന്നിട്ടുള്ളത് ലൈറ്റുകൾക്കൊന്നുമല്ല, അത് സിസ തോമസ് എന്ന് പറയുന്ന VCയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ചെയ്തതാണ്. അവർക്ക് അതിനൊന്നും ഒരു മടിയുമില്ല. സംസ്കാരം എന്ന് പറയുന്നതിനോ അല്ലെങ്കിൽ അധ്യാപകരെ ബഹുമാനിക്കണമെന്ന് പറയുന്നതിനോ ഒന്നും അധ്യാപകരെ അല്ല, അവർ ഏത് സിസ്റ്റത്തിലാണ് അവർക്ക് വിശ്വാസമുള്ളത്? SFI അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഏത് സിസ്റ്റത്തിലാണ് വിശ്വാസമുള്ളത്? അവർക്കൊരു സിസ്റ്റത്തിലേ വിശ്വാസമില്ല. അധ്യാപകരോട് ബഹുമാനമില്ല, മുതിർന്ന ആൾക്കാരോട് ബഹുമാനമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, TP ശ്രീനിവാസൻ സാറിന് എനിക്കൊന്ന് 2016 തോന്നുന്നു, അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ചിട്ട് അടിച്ച് SFIയുടെ അന്നത്തെ തിരുവനന്തപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശരത് എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ, അയാൾ അടിച്ച് താഴെ ഇടുക. നിങ്ങളെ കൊണ്ട് പറ്റൂ? നമ്മളുമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ലാത്ത ഒരു വ്യക്തി, അതും നമ്മുടെയൊക്കെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു വ്യക്തി, ആ വ്യക്തി അദ്ദേഹത്തിന് നേരെ ചെന്നിട്ട് മുഖത്തടിച്ച് താഴെ ഇടുകയാണ്. അങ്ങനെ നമ്മുടെ പ്രായമുള്ള ഒരു വ്യക്തിയോട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പോ വൈരാഗ്യമോ പോലും ഇല്ലാത്ത, വൈരാഗ്യമുള്ളവരെ പോലും അടിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ, എങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വൈരാഗ്യമോ എതിർപ്പ് പോലും ഇല്ലാത്ത തൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള TP ശ്രീനിവാസൻ സാറിനെ പോലെ നമ്മുടെ അഭിമാനമായ ലോകമറിയുന്ന ഒരു വ്യക്തിയെ ചെകിട്ടത്തടിച്ച് താഴെ ഇടണമെങ്കിൽ അവൻ SFIക്കാരനായിരിക്കണം. തീർച്ചയായും അതായത് ഈ അങ്ങ് പറഞ്ഞ TP ശ്രീനിവാസന്റെ പദവി ഓർത്തല്ല, അദ്ദേഹം ആരാണെന്ന് അറിയില്ലെങ്കിലും, അദ്ദേഹം പദവി ഇല്ലാത്ത ആളാണെങ്കിലും, അദ്ദേഹത്തിന്റെ പ്രായത്തെ ബഹുമാനിച്ചെങ്കിലും ഞാനത് ചെയ്യില്ല, നമ്മളത് ചെയ്യില്ല. അത് നമ്മൾ ശീലിച്ച ഒരു സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. കാര്യത്തിൽ ഒരു സംശയമില്ല. ശംരാജിലേക്ക് വരാം. ശംരാജ്